നിന്ന് താഴേക്ക് വീണ നിർമ്മാണ തൊഴിലാളിക്ക് തുണയായി കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അയൽവാസി. വീടിന്റെ ഓട് മാറ്റുന്നതിനിടെ താഴേക്ക് വീണ ചന്ദ്രിയെ താഴെ നിന്നിരുന്ന രഞ്ജിഷ് പിടിക്കുകയായിരുന്നു. കണ്ണൂർ പാനൂരിനടുത്ത് തൂവക്കുന്നിലാണ് ഈ സംഭവം. ഈ തൂവക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കല്ലുമ്മക്കൽ പള്ളിക്ക് സമീപത്തുള്ള ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വിശ്വാസികൾ ഒരു ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം സ്വാഭാവികമായും അങ്ങനെ അപ്രതീക്ഷിതമായ ഒരാൾ വീഴുമ്പോൾ പിടിക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്നതല്ല, അപൂർവം ചില ആൾക്കാർക്ക് മാത്രം കഴിയുന്നതാണ്. ആ പ്രവർത്തനമാണ് രഞ്ജിഷ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇവർ ഒന്നാം നിലയിൽ നിന്നും കാല് തെന്നി താഴത്തേക്ക് വീഴുന്നു. ആ സമയത്താണ് കപ്പിയും കയറും ഉപയോഗിച്ച് വീടിൻ്റെ മോൾ ഭാഗത്തേക്ക് ഓട് കയറ്റുന്ന പ്രവർത്തനം രഞ്ജിഷ് ആ വണ്ടിയിൽ നിന്ന് ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ വീഴ്ച സംഭവിക്കുന്നതും രഞ്ജിഷ് അവരെ പിടിക്കുന്നതും. അങ്ങനെയൊന്നും അവർ താങ്ങിയില്ലായിരുന്നെങ്കിൽ ആ വാഹനത്തിൻ്റെ ഫ്ലോറിലോ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഗ്രില്ല് പോലുള്ള അതിൻ്റെ കമ്പികളിലോ ഒക്കെ ഇടിച്ച് വലിയ രീതിയിലുള്ള അപകടം പറ്റാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോഴാണ് രക്ഷകനായി ഈ രഞ്ജിഷിൻ്റെ കൈകൾ എത്തുന്നത്. അവരെ പിടിച്ച് ഏതാണ്ട് അവരുടെ മുഴുവൻ വീഴ്ചയുടെ ആഘാതം പരമാവധി കുറച്ചുകൊണ്ടാണ് അവർ ആ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുന്നത്. അതിനുശേഷം അവർക്ക് അത്ര വലിയ ഗുരുതരമായ പരിക്കുകളില്ല എന്നാണ് നമ്മൾ ഇവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. കാരണം ചില ആളുകൾ പറയുന്നുണ്ട് ദൈവം അവിടെ തള്ളിയിട്ടിട്ട് ഇവിടെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു. അതല്ലല്ലോ, ഇതിങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ ഒരാൾ നിമിത്തം അവിടെ ആ സ്ത്രീ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ദൈവത്തിൻ്റെ കർമ്മ പദ്ധതി. കണ്ടില്ലേ, അയാൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ആരോഗ്യമില്ലാത്ത ഒരാളാണ്, പെട്ടെന്ന് കണ്ടില്ല എങ്കിൽ ഇവർ നേരെ മൂക്ക് കുത്തി തല തല്ലിയ വണ്ടിയിലേക്ക് വീഴും. ഇത് സംഭവിച്ചത് കറക്റ്റ് സമയത്ത് തന്നെ വീഴുന്നത് അയാൾ ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. കപ്പി വലിച്ച് എന്തോ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഓടോ മറ്റോ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ മുകളിൽ നിന്ന് ഓട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് താഴത്തേക്ക് വീഴുന്നത്. അവർക്ക് ആ സമയത്ത് അവിടെ ഒരു നിമിത്തം പോലെ അദ്ദേഹത്തിൻ്റെ കൈ അവിടെ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. ആ കൈ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ആ ആളെ അങ്ങോട്ട് അവിടെ രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതിയാണ്. അതിനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കരം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിൻ്റെ കൈ അവിടെ രക്ഷപ്പെടുത്തി, ദൈവികമായ ഒരു സഹായം അവിടെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. എന്തെല്ലാം കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട്, ലോകത്ത് സംഭവിക്കുന്നുണ്ട്, നമുക്കെല്ലാം അറിയില്ലല്ലോ. മനുഷ്യർക്ക് കുറേ കാര്യങ്ങൾ അജ്ഞാതമാണ്. ഒരുപാട് രഹസ്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ ഇന്നും